മുഹമ്മദ് ഹാജി എന്നോട് നേരിട്ട് പറഞ്ഞ സമയത്ത് ബിയുദനയ്യ ഞാൻ ഒരു ദിവസം അവരുടെ ഭാര്യ മുഹമ്മദ് ഹാജി പറയാ മൂപ്പരെ ഭാര്യയും കൂടി ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ഥലം കാണിച്ചുതരാം, വീട് കാണിച്ചുതരാം. കല്യാണത്തിൽ പറമ്പ് ഇങ്ങനെ കളക്കുക, പറമ്പിൽ കൃഷി ഉണ്ടാക്കാറുണ്ട്. എന്ത് കൃഷി? ഈ കാവുത്ത്, കണ്ടിക്കാത്ത്, അതുപോലെ തന്നെ പതിയമ്പത്ത്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഭാഷയാണ് പറഞ്ഞത്. അതുപോലെ ഒരു തൊപ്പുള്ള കിഴങ്ങുണ്ട്. ഇതൊക്കെ ചേനൊക്കെ കേട്ടിട്ടില്ലേ? പറഞ്ഞ ഒരു കിഴങ്ങ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ റൗണ്ടിലൊരു ചേന എന്ന് പറഞ്ഞ സാധനം, ഒരു അത്. പിന്നെ ഒരു വള്ളിയിൽ നിന്ന് ഒരു വള്ളി ഇങ്ങനെ പറന്ന് ബന്ധിച്ചുണ്ടാകുന്ന തൂങ്ങിക്കിടക്കുന്നല്ല, ഉള്ളിലുണ്ടാകുന്നുണ്ട്. തൂങ്ങിക്കിടക്കുന്നത് പിന്നെ പുറത്തേക്ക് കാണുന്നത് അത് അത്ര വലിയ ഫലല്ല. അതിൻ്റെ ഉള്ളിലൊരു കേങ്ങ് ഉണ്ടാവും. അത് 2-3 സൈസ് ഉണ്ട്. പിന്നെ ചേമ്പ് കേട്ടിട്ടുണ്ട്, കാവത്ത്. ഇങ്ങനത്തെ സാധനത്തിൽ ഇപ്പം ഈ തൊപ്പുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. അതിന് പറഞ്ഞ തൊപ്പക്കേങ്ങ് ഞാൻ പറയാറുള്ളത്. അതൊക്കെ സീമരിദാക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം മുഹമ്മദ് ഹാജി എന്ത് ചെയ്തു? എന്നാ നമ്മൾ സീമരിദാൻ കാണാൻ പോകണോ? സീമരിദാൻ നമ്മുടെ നാട്ടിൽ പൊതുവേ പറയാം സീമനെ കാണുക, സീമനെ അങ്ങനെ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. സീമൻ്റെ അടുത്ത് പോവുക, സീമനെ കാണുക. അങ്ങനെ സീമനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചപ്പോൾ എന്താക്കി, ഇവർ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകാണല്ലോ ചെയ്യുക. അപ്പോൾ പുരയിലുണ്ടാക്കിയ ഈ കൃഷിയിൽ നിന്ന് എന്താക്കി കളച്ചെടുക്കുക. മൂപ്പര് ഭാര്യയും കൂടി. ഭാര്യയും മരണപ്പെട്ടു പോയി. അപ്പോൾ കളച്ചെടുക്കുക വലിയ സംഭവം. അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ എന്നോട് നേരെ പറഞ്ഞതാണ് ആ മഹാൻ. അപ്പോൾ കളച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഇങ്ങനെ കളച്ചെടുക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, അല്ല എന്തിനാണ് നമ്മൾ ഇത്ര തോന ഈ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് സീമതൊന്നും തിന്നൂല? ആരാ തിന്ന? ഹാദിമീങ്ങളല്ലേ, മൂപ്പൻ്റെ വീട്ടിലെ ഹാദിമീങ്ങളല്ലേ തിന്ന. അതുകൊണ്ട് നമ്മൾ കുറച്ചുണ്ടാക്കിയാൽ പോലെ. എടുത്തേ വൈക്ക് മുഹമ്മദ് ഹാജി പറഞ്ഞ് സീമലിയുള്ള തിന്നില്ല എന്നല്ല, നമ്മുടെ നിയ്യത്ത് ആർക്കാണ്? ഷെയ്ഖുനാക്കാണ്. അതുകൊണ്ട് നമ്മളതൊന്നും നോക്കണ്ട, നമ്മൾ സീമലില്ലാക്കും ഉണ്ടാക്കുകയാണ് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കി. അങ്ങനെ രാവിലെ സമയത്തേക്ക് തന്നെ എന്താക്കി, കറിയും ചായയും ഒക്കെ ഫ്ലാസ്കിലൊക്കെ ആക്കിയിട്ട് അവർ പിലാശ്ശേരി ബസ്സിൽ പോയി ചെന്നു. ആ ക്യൂലൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് മുകളിൽ കയറി. അന്ന് ആ മുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇത് വാർപ്പിൻ്റെ വീടല്ല, പാക്കടിച്ച വീടാണ് ഈ മൂപ്പൻ്റെ വീട്. അപ്പോൾ ഈ മരത്തിൻ്റെ കോണിയാണ്, മരത്തുമ്മൽ കൂടെ എങ്ങനെ കയറി പോകേണ്ടത്. മരം തന്നെ മനസ്സിലായില്ലേ? തടി, മനസ്സിലായി, മരത്തിൻ്റെ പാലം. അപ്പോൾ അതിലൂടെ കയറി അവിടെ ചെന്ന് സാധനമൊക്കെ കൊടുത്തു. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സീമലില്ലാഹി നിങ്ങളിങ്ങനെ കൈ കഴുകി പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ തന്നെ കഴിക്കും, നമ്മൾ കൊടുത്തെങ്കിലേ അവർ കഴിക്കും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ഭാര്യ ആ പറമ്പിൽ വെച്ച് മുഹമ്മദ് ഹാജിയോട് പറയുന്ന ആ സെക്കൻഡിൽ തന്നെ ആരറിഞ്ഞു? ഷെയ്ഖുന അറിഞ്ഞു എന്നത് ആരെ അറിയിച്ചു കൊടുത്തു? ഈ ഭാര്യയെ അറിയിച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മൾ തന്നെ കഴിക്കും, നമ്മൾ കൊടുത്തെങ്കിലേ അവർ കഴിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ പ്രതിഫലം നിങ്ങൾക്ക് റബ്ബിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഞാൻ എന്ത് കഴിക്കട്ടെ കഴിക്കാതിരിക്കട്ടെ, ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് എൻ്റെ സമ്മതത്തോടു കൂടി കൊടുക്കുന്നു, അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നാ പറഞ്ഞ അർത്ഥം. ആചാര്യ പറയാണ്, മുഹമ്മദ് ഹാജി പറയാ, എൻ്റെ പെണ്ണുങ്ങൾ നാക്കങ്ങ് ഇറങ്ങിപ്പോയിന്ന്. എന്താണ് ഈ സംഭവിച്ചത്? കേട്ടുകേൾവിയല്ല. മുഹമ്മദ് ഹാജിയുടെ മക്കൾ ഇന്നും ഉണ്ട് അവിടെ. ഉസ്മാൻ കായുണ്ട്, മായനുണ്ട്, ഇബ്രാഹിമുണ്ട്, അവരെ എത്രയോ മക്കളുണ്ട്. മക്കളൊക്കെ സീമനെ കണ്ടോരാ? എല്ലാവരും സീമനെ കണ്ടോലെ. കാണാത്തോലെ ആരും ഉണ്ടാകും. നമ്മൾ കല്യാണത്തിൽ സീമനെ കാണാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ എന്നല്ലാതെ പഴയ ആളുകളെല്ലാം സീമരുള്ളാനെ കണ്ടവരാ. ഈ പറഞ്ഞ ചെറിയോനാജി എന്ന് പറഞ്ഞ ആളടുത്തൊക്കെ പോയാൽ ഒരുപാട്. ഞാൻ പറഞ്ഞത് അതെ, ബിൽ കളക്ടർ ആയിരുന്നു പഴയ. അപ്പോൾ അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു വരുന്നത് സീമരുള്ളാൻ്റെ. പിന്നെ എനിക്കിതാക്കുന്ന ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടെൻ്റെ കാലുണ്ടല്ലേ, ഇത് മടവൂരിൽ നിന്ന് പറ്റിയതാണ്. മടവൂര് മക്കാമെന്ന് സിയാറത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് പടനിലം എന്ന് പറഞ്ഞ സ്ഥലമല്ലേ, പടനിലം, അവിടെ നിന്ന് പറ്റിയതാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 14ാമത്തെ ദിവസമാണ് പറ്റിയത്. പക്ഷേ 2 വർഷം ഞാൻ അവിടെ ദർസിൽ നിന്നിരുന്നു പറഞ്ഞല്ലോ. ചിലപ്പോൾ എന്തോ പൊരുത്തല്ലാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, അതിനുള്ളൊരു പിന്നെ ഇബ്രത്തായിട്ടായിരിക്കും. അതല്ല,
അവിടെ നിന്ന് വരുന്ന വരവിൽ സംഭവിച്ചു പോയത് കൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇന്നും ഞാൻ ഹയാത്തുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഷ്ണം പെറുക്കി കിട്ടൂല. കാരണം അത്ര വലിയ സീരിയസ് ആക്സിഡൻ്റാണ്. വണ്ടി അങ്ങ് ഇടിച്ചിട്ട് 20 മീറ്റർ എന്നെ വലിച്ചല്ല ഉന്തിക്കൊണ്ടുപോയി വണ്ടി. ജീപ്പിൻ്റെ പമ്പർമൽ എൻ്റെ ഞാനന്ന് ഈ പൊട്ടുള്ള ഈ സൈക്കിളായിരുന്നു നമ്മളെ പിന്നെ സ്പ്ലെൻഡർ, പൊട്ടുള്ള സൈസ്. അത് എന്ന് വാങ്ങിയിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന് വിവാഹം കഴിഞ്ഞ് ഭാര്യനെയും കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. കല്യാണം കഴിഞ്ഞ് മാർച്ച് 7-ാം തീയതി 1999 മാർച്ച് 7-നാണ് എൻ്റെ കല്യാണം. മാർച്ച് 21-ന് എനിക്കിത് പറ്റുകയും ചെയ്യാം. ഒരു ഞായറാഴ്ച കല്യാണം, പിറ്റത്തെ ഞായറാഴ്ച ഇത് സംഭവിക്കുന്നു. ഭാര്യ എപ്പോഴും വണ്ടിമേലുണ്ടാകുന്ന, അന്നേരം എന്തോ ഭാഗ്യത്തിന് ഉണ്ടായില്ല. ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. എൻ്റെ അനുജൻ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റ്. അതിനുവേണ്ടി അവിടെ കൊണ്ടാക്കി വരുന്ന വരവിൽ മർക്കസിൽ കയറി എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് കണ്ടു. കല്യാണം കഴിഞ്ഞവരെ ഞാൻ ക്ഷണിച്ചിരുന്നില്ല, കുറച്ച് ഉസ്താദന്മാരെ വന്നിരുന്നുള്ളൂ. അവർക്കൊന്ന് കണ്ട് ഉസ്താനൊക്കെ കണ്ട് സന്തോഷം പങ്കിട്ട് തിരിച്ച് വരുന്ന വരവിൽ മടവൂരിൽ പോയി മക്കാമത്ത് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വരവിലാണ് പടനിലത്ത് നിന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം എന്നോട് ഞാനിതുപോലെ ഒരു ആൾ ഓരോരുത്തർ പരിചയപ്പെടുന്ന സമയത്തിൽ എന്നോട് പറഞ്ഞു, പിന്നെ എന്തൊക്കെ വർത്തമാനം വെച്ചാൽ ഞാനിങ്ങനെ പഠനത്തിൽ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഠനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു കല്യാണ വീട്ടിൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ എന്ന് പറഞ്ഞു. അയാൾ മരിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. ഞാനതിന് ദൃസാക്ഷിയാണ്. ഞാൻ പറഞ്ഞ മരിച്ച ആളാണ് ഞാൻ ഖബറിന്ന് രണ്ടാമത് വന്നതാണ്. കാരണം ഞാൻ കലിമ ഇങ്ങനെ ചെല്ലുന്നുണ്ട്, എനിക്ക് തോന്നി ഞാൻ മരിച്ചു പോകുന്നു. കാരണം അയാദിടിയ. പക്ഷെ എൻ്റെ തലക്കും പറ്റിയിട്ടില്ല, ശരീരത്തിനൊന്നും ഉടലിനൊന്നും പറ്റിയിട്ടില്ല. കാലുള്ളിൽ പെട്ടിട്ട് അങ്ങ് കറങ്ങിപ്പോയി. 16 ഫ്രാക്ചർ ഉണ്ടായിരുന്നു കാലിന്. തൊട പൊട്ടിപ്പോയി, മുട്ട് പൊട്ടിപ്പോയി, മുട്ടുമടമ്പിൻ്റെ ഇടയിൽ മൊത്തം പോയി. കാല് ഇവിടെ ഒന്നും തൊട്ടാൽ അറിയില്ല, ഇതൊന്നും സർക്കുലേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കാല് ഞാൻ എണീച്ച് നോക്കുമ്പോൾ കാല് നേരെ വേക്കോട്ടാണുള്ളത്, ഈ മടമ്പ് നേരെ ഇങ്ങനെ തിരിഞ്ഞാണുള്ളത്. തൊട 2 കഷ്ണം, കാല് മുട്ട് ഒക്കെ ഒന്നായിട്ട് ഇവിടെ ഒന്നായിട്ട് ഒരു കുഴിയായി കിടക്കുന്നുണ്ട്. അത് അൽഹംദുലില്ലാ എത്രയോ എൻ്റെ അമ്മോച്ചൻ അള്ളാഹു കൊടുത്ത ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. കാരണം ഒരു മസ്ജിദുൽ ഹാമിനിയിലുള്ള ഇമാമ് എന്ന ഒരൊറ്റ സവിശേഷത കൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാര്യനെ കല്യാണം കഴിച്ചു തന്നത്. ഖുർആനെ സ്നേഹിച്ചതുകൊണ്ട്. ഉസ്താദിൻ്റെ വലിയൊരു മുഹിബ്ബായിരുന്നു, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പോൾ അവരുടെ അങ്ങേയറ്റത്തെ ശ്രമഫലമായിട്ടാണ് മുറിക്കാതെ കാലിൽ തന്നെ അന്നും ഉണ്ടാകുന്നത് നടന്നു പോകുന്നത്. അൽഹംദുലില്ലാ 22-23 വർഷം കഴിഞ്ഞത് പറ്റിയിട്ട്. അപ്പോൾ അതിനുശേഷം അൽഹംദുലില്ലാ സീമരുല്ലാൻ്റെ വാക്ക് പ്രതിഫലിച്ചതായിരിക്കും. ഖുർആനുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ഖിറാഅത്തിലേക്കാണ് നീങ്ങുന്നത്. ആയിരക്കണക്കിന് ശിഷ്യന്മാർ അൽഹംദുലില്ലാ ഇന്ന് അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ. എൻ്റെ ഫസ്റ്റിലെ ഖിറാഅത്ത് ഞാൻ തുടങ്ങുന്നത് CM സെൻറ്ററിലാണ്. CM സെൻറ്ററിലെയാണ് മടവൂര്. അവിടെയാണ് ഞാൻ അന്ന് അവിടുത്തെ ശരീരത്തിലെ ദഅവയിലെ എല്ലാ കുട്ടികൾക്കും ഖിറാഅത്ത് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫസ്റ്റ് തുടക്കം. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും ഒരുപാട് വലിയ വലിയ അനുഭവങ്ങളുമായി മടവൂർ കാഫിലെത്തും. അതിനോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് പഠിക്കാനും ഖുർആനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതെങ്ങനെ അതിൻ്റെ തജ്വീദ് മനസ്സിലാക്കാനൊക്കെ ആഗ്രഹമുള്ളവർ. അൽഹംദുലില്ലാ ഏതായാലും എൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, ആരെങ്കിലും വേണമെങ്കിൽ ഇതായിക്കോട്ടെ. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഓൺലൈനായിട്ടോ അല്ലാതെയോ വരണമെങ്കിൽ വന്നോട്ടെ. 799 407 65 66 എൻ്റെ ടെലിഫോൺ നമ്പർ. പിന്നെ ഇതിൽ വാട്സപ്പും ഉണ്ട്. അതിലൂടെ ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ളവർ, അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, സ്ത്രീകൾക്ക് അവർക്ക് വേറെ തന്നെ ഗ്രൂപ്പാണ്. അങ്ങനെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് അൽഹംദുലില്ലാ. അത് ഇതിലൂടെ വേണ്ടവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. വളരെ നല്ല കാര്യമാണ് അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് പുതിയ വലിയ വലിയ അനുഭവങ്ങളും ഇതുപോലത്തെ ഉപകാരപ്പെടുന്ന ശൈഖുനയുമായി ബന്ധപ്പെട്ട വലിയ വലിയ അനുഭവങ്ങളുമായി മടവൂർ കാഫില വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.